Hello friends, in the 14 തരം ചോദ്യങ്ങൾ ഇംഗ്ലീഷിൽ ചോദിക്കുകയാണ് past continuous tense. Past continuous tense. What is that past continuous tense in a sentence? ഒന്ന് രണ്ട് വാചകങ്ങൾ അത് പറയാം. What is past continuous tense and what is past tense? Past tense means the things that were over. കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ past tense പറയുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. This is present. നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുകയാണെങ്കിൽ you are watching, you are hearing, you are listening. Okay, ഇതൊക്കെ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണം. ഇതേ കാര്യങ്ങൾ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ what was I doing? ഞാൻ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? I was uploading a video. I was videoing about past perfect tense or some other tense. I was videoing. ഞാൻ ഇന്നലെ അത് ചെയ്തുകൊണ്ടിരുന്നു. അതുപോലെ what were you doing? നിങ്ങൾ ആ സമയത്ത് എന്ത് ചെയ്യായിരുന്നു? You were listening to this sort of things or you were watching many videos. അപ്പോൾ പാസ്റ്റിൽ നമ്മൾ തുടർച്ചയായിട്ട് ഇപ്പം ചെയ്യുന്ന പോലുള്ളൊരു പ്രക്രിയ ഇന്നലെ മിനിയാന്നൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഏത് കാലത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ കണ്ടിന്യൂസ് ആയിട്ട് ആ കാര്യം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മ മുറ്റമടിക്കുകയായിരുന്നു. Mother was sweeping the yard. Mother was brooming the kitchen. Okay, they were waiting for us. അവർ ഞങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. ഇങ്ങനെ പറയുന്ന ടെൻസ് ആണ്. അതെങ്ങനെയാണ്? was or were plus V1, അതായത് verb plus ing. was or were plus verb plus ing. was or were plus verb plus ing. was എന്നുള്ളത് ഒരാളാണ് ആ പ്രവൃത്തി ചെയ്യണമെങ്കിൽ he was, she was, I was എന്നൊക്കെ ഇങ്ങനെ യാതൊരു വ്യത്യാസമില്ലാതെ ഉപയോഗിക്കും. it was, the bird was flying, like that. അപ്പോൾ ഇനി ഒന്നിൽ കൂടുതലാണെങ്കിലോ we were, they were, you were, and everyone was, no one was. അതൊക്കെ സിംഗുലർ ആകുമ്പം was എന്നാണ്. ഒന്നിലധികമാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? were എന്ന് ഉപയോഗിക്കുന്നു. ശരി, ഇനി നമ്മുടെ യൂഷ്വൽ പ്രാക്ടീസ്, ദാറ്റ് ഈസ് ഹൗ ടു ആസ്ക് 8 type of WH questions and 6 type of H questions in this tense. ഓക്കെ, എന്ത്, what, നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു അപ്പോൾ? what were you doing then? നിങ്ങൾ എവിടെ പോവുകയായിരുന്നു? where were you going? where were you going to? ഓക്കെ, ഞാൻ എന്ത് ശ്രദ്ധിക്കുകയായിരുന്നു? what was I listening then? അപ്പോൾ ഞാൻ എന്ത് ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു? what was I listening then? then അവർ എവിടെ താമസിക്കുകയായിരുന്നു? where were they living then? where were they living then? ഓക്കെ, അവർ എങ്ങോട്ട് സഞ്ചരിച്ചുകൊണ്ടിരുന്നു? where were they traveling to? അപ്പോൾ വാട്ട് ആൻഡ് വേർ ഈസ് ലൈക്ക്. അപ്പോൾ ചോദ്യം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ചോദ്യവാക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വാസ് എന്നോ വേർ എന്നോ പ്രവൃത്തി ചെയ്യുന്ന ആളുടെ എണ്ണം നോക്കിയിട്ട് വാസ് എന്നോ വേർ എന്നോ വെച്ചതിന് ശേഷം വെർബ് വെക്കുന്നു, വെർബിൻ്റെ ing ഫോം ഉപയോഗിക്കുന്നു. ഓക്കെ, ദിസ് ഈസ് എ യൂഷ്വൽ പ്രാക്ടീസ്. നൗ വെൻ, അവർ എപ്പോഴാണ് അവർ ആ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്? when were they working together? അവർ ഒരുമിച്ച്. see, when were they traveling to? when were they staying there? അവിടെ അവർ എന്നാണ് ജീവിച്ചുകൊണ്ടിരുന്നത്? when were they? അപ്പോൾ when was I meeting him? ഞാൻ അയാളെ എപ്പോഴാണ് കണ്ടുമുട്ടിക്കൊണ്ടിരുന്നത്? അപ്പം പല സമയത്തും ഉണ്ടാവുമല്ലോ. സോ അതുപോലെ തന്നെ എപ്പോഴാണ് ഞാൻ അവിടെ ചെന്നിരുന്നത്? see, when I was reaching, when was I reaching there? when was I, when was he, when was she? ഇങ്ങനെയൊക്കെ പറയുന്നു. അപ്പോൾ when തന്നെ where see, and where were they traveling to? where were they traveling to? where പറഞ്ഞു. ഇനി which, ഏത് പുസ്തകമാണ് നിങ്ങൾ വായിച്ചുകൊണ്ടിരുന്നത്? നിങ്ങൾ ഇന്നലെ രാത്രി അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് രാത്രി അല്ലെങ്കിൽ മറ്റൊരു സമയത്ത്. which book were you reading? which book were you reading? ഓക്കെ, ഇനി അത് which book, ഏത് ബുക്ക്, ആരുടെ പുസ്തകം? whose book. ഓക്കെ, നിങ്ങൾ ആരുടെ രാജ്യത്താണ് കുറേ കാലം ജീവിച്ചുകൊണ്ടിരുന്നത്? whose country were you
living for a long time. Okay, അപ്പം നമ്മൾ പറയാം I was living there in Mali. I was living in an African country. അവിടെയാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഇങ്ങനെ ഉത്തരം പറയും. സോ അതെന്താണ്? ആൻഡ് യെസ്, ആൻഡ് ദാറ്റ് ഈസ് അബൌട്ട് whose country, whose book, whose pencil. Okay, whose pens were you writing with? നിങ്ങൾ ആരുടെ പേന കൊണ്ട് എഴുതിക്കൊണ്ടിരുന്നു? whose pen. And which place was he visiting? അയാൾ ഏത് സ്ഥലത്ത് സന്ദർശിച്ചുകൊണ്ടിരുന്നു? which place were they moving to? അതവിടെ ഏത് സ്ഥലത്തേക്ക് അവർ പോയിക്കൊണ്ടിരുന്നു? അപ്പോൾ ഏത് സ്ഥലത്ത്? which place, ഏത് സ്ഥലം. then so whose നമ്മൾ പറഞ്ഞു. then why? നിങ്ങൾ എന്തിനാണ് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരുന്നത്? why were you learning English? Why were you learning English? ഞാൻ എന്തിനാണ് ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? why was I teaching you English? Why was I teaching them English? Why was I teaching? ഞാൻ എന്തിനാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്? why was I talking like that? അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. that is why. now H questions. എങ്ങനെ? അവരെങ്ങനെയാണ് ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നത്? how were they completing that activity? അതിന്റെ മോഡ് എങ്ങനെയാണ്? how were they walking? how were they talking? how were they behaving? how were they responding? how were they doing something? ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ഹൗവിൻ്റെ മുന്നേ വരുമ്പോൾ ഹൂ വെച്ച് പറയാൻ നമ്മൾ മറന്നുപോയി. സോ ലെറ്റ്സ് ഗോ ബാക്ക്. ഹൂ, യെസ്, who was asking you lot of questions? who was asking you or who were asking you? അപ്പോൾ ചോദിക്കുന്ന ആളുകൾ എണ്ണം കൂടുതലുണ്ട്. who were asking you those questions and who was asking you that question? okay, അങ്ങനെ who വെച്ചിട്ട് then whom were you submitting your assignments? whom were you whom were you submitting the files to whom? ആർക്ക്? from whom, ആരിൽ നിന്ന്? from whom were you borrowing all those money or all such amount? from whom were you borrowing some money? ആരിൽ നിന്ന്? from whom. ആരോട്? to whom were you asking such questions? ആരോടാണ് നിങ്ങൾ ആ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നത്? നിങ്ങൾ ആര് ചോദിച്ചുകൊണ്ടിരുന്നു? who were asking. ആര് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നു? who were explaining. ഓക്കെ, ആര് മറുപടി പറഞ്ഞുകൊണ്ടിരുന്നു? who were replying, like that. now let's go back. how were you doing all those things? quickly, speedily, neatly, അങ്ങനെയൊക്കെയാണോ? how were you doing your work? how were you accomplishing your work? how were you performing your culture? how were you performing your art? എങ്ങനെയാണ് നിങ്ങൾ അത് പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത്? how were you? now how many books, how many houses, so how many books were you reading? how many poems were you by hearting? how many? then how much ആണെങ്കിലോ how much time were you wasting those days? how much time were you wasting? how much energy were you wasting? how much energy was he or how much energy was she wasting that time? how much time were she wasting? how much time was he using in this way? that is how much and how many. then how long എത്ര കാലം അവരവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു? how long were they working that place? how long was he or was I? how long was I
staying there. എത്ര കാലം ഞാൻ അവിടെ ജീവിച്ചുകൊണ്ടിരുന്നു. Was and were. Then how long കഴിഞ്ഞു. Then how often. How often എത്ര തവണ ഞാൻ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. How often I were relaxing or I were solacing them. Solacing. S-O-L-A-C-I-N-G. How often were they solacing somebody? How often was I? അതാണ് കേട്ടോ. How often was I asking them the same question? How often was she replying to me? How often was he responding to me? അതൊക്കെ കഴിഞ്ഞ കാലത്ത് നിരന്തരമായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ that is how often. Then how often means എത്ര തവണ. How long എന്ന് പറഞ്ഞാൽ എത്ര കാലം അവിടെ ജീവിച്ചുകൊണ്ടിരുന്നു, എത്ര കാലം ആ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നു. How long were they indulging in that activity? Okay, such a way. Then how often we said and how far were they traveling all those period? പല സമയത്തും പല നൊമാഡിക് പീപ്പിൾസും അലിഞ്ഞിരിഞ്ഞ ജനവിഭാഗങ്ങളൊക്കെ ജിപ്സികളെ പോലെയുള്ള ആളുകളൊക്കെ പല സ്ഥലങ്ങളിലേക്ക് പല കാലത്ത് ഇങ്ങനെ ഒരുപാട് ഡിസ്റ്റൻസ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു, സഞ്ചരിച്ചുകൊണ്ടിരുന്നു. സോ ഹൗ ഫാർ എത്ര ദൂരം were they moving in a day? ഒരു ദിവസം അവർ എത്ര ദൂരം മൂവ് ചെയ്തുകൊണ്ടിരുന്നു. How far were they moving in a day? Okay, how far ആകുമ്പോൾ എപ്പോഴും ട്രാവലിംഗ്, മൂവിങ്, ഇങ്ങനെയുള്ള എത്തുക, പോവുക, വരിക എന്നുള്ളതൊക്കെയാണല്ലോ നമുക്ക് ഫാർ ഉപയോഗിക്കുന്നത്. സോ how far was I traveling to find them? അവരെ കണ്ടെത്താൻ ഞാൻ എത്ര ദൂരം സഞ്ചരിക്കേണ്ടിയിരുന്നു എന്നാണ്. So continuous action, that is how far ദൂരത്തെ കാണിക്കുന്നു. So these are the 14 type of W or H questions in past continuous tense. Past continuous means the thing was continuing. ആ പ്രവൃത്തി നമ്മൾ ചെയ്യുന്ന എഴുതുക എന്നുള്ളത് ഞാൻ എഴുതിക്കൊണ്ടേയിരുന്നു. I was writing. അവർ പാടിക്കൊണ്ടേയിരുന്നു ആ സമയത്ത്. 5 മിനിറ്റോ 3 മിനിറ്റോ പാടുകയുള്ള ഒരു സിനിമാഗാനൊക്കെ ആണെങ്കിൽ they were singing. The choir, ചർച്ചിലെ choir and the choir was singing a marvelous song. അവരത് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് then I reached there. അപ്പോഴാണ് ഞാൻ അവിടെ എത്തിയത്. Okay, when I reached there, the train was moving. ഞാൻ അവിടെ എത്തിയപ്പോൾ the train was moving. അങ്ങനെ ട്രെയിൻ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. Train was moving. When the team won the match, ടീം വിജയിച്ചപ്പോൾ the audience or the spectators were clapping. They were clapping. അവർ ക്ലാപ്പ് ചെയ്തുകൊണ്ടേയിരുന്നു. അത് എപ്പോഴും എങ്ങനെയൊന്നുമില്ല, പാസ്റ്റിൽ എപ്പോഴായാലും ശരി ഒരു പ്രവൃത്തി കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയാണെങ്കിൽ നമ്മൾ വാസ് ഓർ വേർ പ്ലസ് വെർബ് പ്ലസ് ing വെച്ച് എഴുതുമ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയി. ഈസിയാണ് ഓർക്കാൻ. എന്താണ്? ഈസ് ആർ ആം. അതിൽ ഈസിനും ആമിനും പകരം വാസ് എന്ന് ഉപയോഗിക്കും. ഓക്കെ, നമ്മൾ ഐ ആം ഡൂയിങ് ദിസ്. നൗ ഐ ആം വീഡിയോയിങ്. സോ യെസ്റ്റർഡേ ആണ് ഞാൻ എന്താ പറയുന്നത് അറിയോ? ഐ വാസ് വീഡിയോയിങ്. ഇതേ സമയത്ത് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഐ വാസ് വീഡിയോയിങ് സം what is that? Some topics. I was videoing some topics. Okay, you ആണെങ്കിലോ you are ആണ്, you are. അപ്പോൾ അവിടെ നമ്മൾ past tense ഒക്കെ മാറ്റുമ്പോൾ you were videoing, you were listening. Okay, this is the main thing when you think about past continuous tense. And tomorrow or next class, I think this is the 6th series. അപ്പം 5 എണ്ണം കഴിഞ്ഞിട്ട് this is the 6th one and we'll go to the 7th one, past perfect tense. എന്താണ് അതിൻ്റെ വ്യത്യാസം നമുക്ക് കാണാം. How to ask 14 type of WH questions in English. So ചോദ്യങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുക. Thank you.